ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ദേവൻ കൈവലിക്കുന്നത് കണ്ട് ഉമയും സീതയും ഒരു നിമിഷം വിറങ്ങലിച്ചു നിന്നു. സീത പതിയെ അടുത്തേക്ക് വന്ന് ആവണിയുടെ കവിളിൽ തൊട്ടതും അവർ ബോധം നശിച്ച് താഴേക്ക് വീണു. അതോടെ ഉമയുടെ കരച്ചിൽ ഉച്ചത്തിലായി. ദേവൻ തന്റെ കൈകളിൽ കിടക്കുന്ന അവളുടെ തളർന്ന ശരീരം തന്റെ നെഞ്ചോട് ചേർത്ത് ഇറുക്കെ പൊതിഞ്ഞു പിടിച്ചു. ഷർട്ടിന്റെ ഏറ്റവും മുകളിലെ ബട്ടൺ അഴിച്ചിട്ട വിടവിലൂടെ അവളുടെ മുഖം അവന്റെ നഗ്നമായ നെഞ്ചിൽ അമർന്നു. ഒരു നേർത്ത നിശ്വാസത്തിന്റെ ചൂട് അവൻ അറിഞ്ഞു. സീതമ്മയെ ദേവൻ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഉമ അവരെ ഉണർത്താൻ ശ്രമിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ നിലവിളി കേട്ട് ആവണിയുടെ അച്ഛൻ മാധവനും ഉദയും അവിടേക്ക് ഓടിയെത്തി. എന്താ ദേവാ, എന്തു പറ്റി ദേവേട്ടാ? അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ദേവൻ പറഞ്ഞു, ഉദയ് വണ്ടി എടുക്ക്. അവൻ പിന്നൊന്നും ചോദിക്കാതെ പുറത്തേക്ക് ഓടി. ദേവൻ അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ഉദയുടെ പിന്നാലെ പാഞ്ഞു. അപ്പോഴേക്കും അപ്പുറത്തു നിന്നും ദേവന്റെയും ഉമയുടെയും അച്ഛനും അമ്മയും വന്നു. ദേവൻ ആവണിയെയും കൊണ്ട് ബാക്കിൽ കയറി സീറ്റിൽ കിടത്തി അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഉമ അവർക്കൊപ്പം മുൻ സീറ്റിലും കയറി. കാർ മുന്നോട്ട് പാഞ്ഞു. ദേവൻ ആവണിയെ വീണ്ടും വീണ്ടും പൊതിഞ്ഞു പിടിച്ചു. അവളുടെ മുടിയിൽ തലോടുകയും കവിളിൽ തട്ടി വിളിക്കുകയും ചെയ്തു. അവൾ ഒന്നും അറിഞ്ഞില്ല. അവന്റെ ചുണ്ടുകൾ സുബോധം നഷ്ടപ്പെട്ടതുപോലെ അവളുടെ നെറുകയിലും കണ്ണുകളിലും കവിളിലും അധരങ്ങളിലും അമർന്നു. അവനോട് ചേർന്നിരുന്ന അവളുടെ ശരീരഭാഗങ്ങൾ അവന്റെ ശരീരത്തിന്റെ ചെറുചൂട് ഏറ്റുവാങ്ങി തുടങ്ങി. കുറ്റബോധത്താൽ അവന്റെ നെഞ്ച് വിങ്ങി, നയനങ്ങളെ സജലങ്ങളാക്കി. സ്ട്രക്ചറിൽ കിടത്തിയപ്പോഴും ഹോസ്പിറ്റലിൽ ജീവനക്കാരൻ അത് തള്ളിക്കൊണ്ടു പോകുമ്പോഴും അവൻ അവളുടെ കൈ തന്റെ കൈയിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു. കാഷ്വാലിറ്റി എന്ന സ്റ്റിക്കർ പതിപ്പിച്ച ആ വെളുത്ത ഡോർ അടയുന്നതിനൊപ്പം അവൻ തളർന്ന് തറയിലേക്കിരുന്നു. ദേവേട്ടാ, എന്താ ഇത്? ഉദയ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു ചെയറിലിരുത്തി. എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത്? എങ്ങനെയാണ് ബോധം നഷ്ടപ്പെട്ടത്? പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് അവർക്കാർക്കും ഉത്തരം കിട്ടിയില്ല. ആവണിയുടെ ആരെങ്കിലും ഉണ്ടോ? ഒരു നഴ്സ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. എല്ലാവരും ചുറ്റും കൂടി. സിസ്റ്റർ, എന്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് എന്താ പറ്റിയത്? മാധവൻ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, കാര്യങ്ങൾ ഡോക്ടർ പറയും. ഈ മരുന്നുകൾ വാങ്ങണം, ഫാർമസിയിൽ കിട്ടും. നഴ്സ് ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഉദയ് അത് വാങ്ങി മരുന്ന് വാങ്ങാനായി പോയി. ഏകദേശം 1 മണിക്കൂർ ആയപ്പോൾ നഴ്സ് വീണ്ടും വന്നു. ആവണിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ കയറി കാണാം. ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്, ചെന്ന് കണ്ടോളൂ. ഞാൻ പോവാം. ദേവൻ മുന്നോട്ട് വന്നു. ഞാനും വരാൻ ദേവ. ആവണിയുടെ അച്ഛനും ദേവന്റെ അച്ഛൻ ജയദേവനും അവനൊപ്പം ചേർന്നു. നിങ്ങൾ ആവണിയുടെ? ദേവൻ 3 പേരെയും ഡോക്ടർക്ക് പരിചയപ്പെടുത്തി. എന്താണ് ഡോക്ടർ എന്റെ കുട്ടിക്ക്? നത്തിങ് സീരിയസ്. ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ആദ്യമായിട്ടാ ഇങ്ങനെ. ഓക്കെ, ഫിസിക്കലി ഷീസ് ഓൾ റൈറ്റ്. എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായോ ഈ കുട്ടിക്ക്? വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണമോ മറ്റോ? ദേവനൊന്ന് ഞെട്ടി. ഇല്ല, അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. എവറിത്തിങ് ഈസ് നോർമൽ. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കലി ഒരു കുഴപ്പവും ഇല്ല. ഇതൊരു മെന്റൽ പ്രോബ്ലം ആണ്. അവർ ഡോക്ടറെ വിശ്വസിക്കാനാവാതെ നോക്കി. മാനസിക രോഗം ആണെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിന് താങ്ങാനാവാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലരുടെ ശരീരം ഇങ്ങനെ പ്രതികരിക്കും. ആവണിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. എന്തോ ഒരു ഷോക്ക് അവൾക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളാരും അറിയാഞ്ഞതാവും. അവളുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആർക്കും പിടിതരാത്ത മനസ്സിന്റെ കളിയാണത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവളെ ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചു കിട്ടില്ലായിരുന്നു. ദേവന്റെ നെഞ്ചിൽ വീണ്ടും ഒരു മിന്നൽ പിണർ പുളഞ്ഞു. ഡോക്ടർ തുടർന്നു. ചിലപ്പോൾ തളർന്നു പോവാം, സുബോധം നഷ്ടപ്പെടാം, കോമ സ്റ്റേജിലേക്ക് പോവാം. അപൂർവം സന്ദർഭങ്ങളിൽ മരണം പോലും സംഭവിക്കാം. ദേവൻ ഡോക്ടർ പറയുന്നത് കേട്ട് ഇരിക്കാനാവാതെ എഴുന്നേറ്റു. മിസ്റ്റർ ദേവൻ, ഇത് ശ്രദ്ധിച്ചാൽ ഒരു അസുഖമേ അല്ല. പേടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും അവളോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും സൊല്യൂഷൻ കാണുക. മുന്നോട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അത്രേ ചെയ്യണ്ടൂ. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ളവരിൽ സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള പ്രവണത കൂടുതലായിരിക്കും. വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ്. 3 പേരും ഭാരം തിങ്ങിയ മനസ്സോടെയാണ്
ഡോക്ടറുടെ മുറിയുടെ പുറത്തേക്ക് വന്നത്. എന്താ ദേവാ അവളുടെ സങ്കടം? എന്തായാലും നിനക്കറിയാതിരിക്കില്ലല്ലോ. ഇല്ലച്ചാ, അവൾക്കങ്ങനെ സങ്കടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവളൊന്നും പറഞ്ഞിട്ടില്ല. ദേവൻ അവർക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. അതാണ് മനസ്സിലാവാത്തത്. നീ തന്നെ ഒന്ന് ചോദിക്കു ദേവാ. എന്തിനും ഏതിനും എല്ലാവരും അവളെ കുറ്റപ്പെടുത്താറല്ലേ പതിവ്? അതാവും. ആ സങ്കടം അവൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ജയദേവൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. ശരിയാ, എല്ലാവരും അത് ശരിവെച്ചു. ദേവൻ മാത്രം ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ ദേവേട്ട, അവൾക്കൊരു പ്രണയം ഉണ്ടെന്നാ എനിക്ക് തോന്നണേ. ഉമ ദേവൻ മാത്രം കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്നും നടന്നു. ദേവൻ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കയറി. ദേവനെ കാണണമെന്ന് ആവണി ആവശ്യപ്പെട്ടിരിക്കുന്നു. അവന്റെ നെഞ്ച് പടപട മിടിക്കുന്നുണ്ടായിരുന്നു. ബെഡിനു ചുറ്റും മറച്ച പച്ച കളർ തുണി മാറ്റി അവൻ അവൾ കിടക്കുന്ന ബെഡിനരികിലേക്ക് ചെന്ന് ഓരത്തിരുന്നു. അവനെ കണ്ട് അവൾ പതിയെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ദേവന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നതും കണ്ണുകൾ നനയാൻ വെമ്പുന്നതും അവൾ കണ്ടു. അവൾ മുന്നോട്ട് ആഞ്ഞിരുന്ന് അവന്റെ കൈ പിടിച്ച് കവിളിൽ തൊട്ടുവിളിച്ചു, ദേവേട്ട. അവൾ പൂർത്തിയാക്കും മുൻപേ അവൻ അവളെ 2 കൈകൊണ്ടും തന്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ മൂർധാവിൽ അമർന്നു. അവന്റെ നെഞ്ചിടിപ്പ് അവൾ തന്റെ ആത്മാവിൽ തൊട്ടറിഞ്ഞു.